ഹായ് ഗൈസ്, വെൽക്കം ടു വേദ അൺഫിൽറ്റേർഡ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു Q&A സെഷനാണ്. ഞാൻ ഇന്നലെയാണോ ഞാനാണോ ഓർമ്മയില്ല, 2 ദിവസം മുന്നേ ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ നോട്ട് ഗോണ ലൈ. സോ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആണിത്. അപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 13 ക്വസ്റ്റ്യൻസ് ഞാനിതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ അവസാനം റാൻഡം ആയിട്ട് പറയാം. ബിക്കോസ് യു വിൽ നോ ദെൻ. ഓക്കെ, അപ്പോൾ ഐ നോ യു പീപ്പിൾ വിൽ ബി ഈഗർലി വെയിറ്റിംഗ് ടു നോ ദി ആൻസേഴ്സ്. ഐ ഡോണ്ട് നോ, ഐ വിൽ ബി. ഞാൻ ആരോടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ പോയി കാണും, ഇവരെന്താ എൻ്റെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞത്. അപ്പം ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനേറിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഐ റിയലി വോണ്ട് ടു സ്റ്റാർട്ട് ദിസ് ആക്ച്വലി. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ഇട്ട മെസ്സേജാണെന്ന് എനിക്ക് ഉറപ്പാണ്, മിക്കവാറും ആയിരിക്കും. അപ്പോൾ ഷീ ഹാവ് ആസ് മീ ടു ടോക്ക് അബൌട്ട് മൈ സ്കൂൾ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിന് ഐ ഹാവ് 6 വെരി ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട്സ്. 6 അല്ല, 5. ആക്ച്വലി 6th one is me. ഓക്കെ, അപ്പോൾ 5 ക്ലോസ് ഫ്രണ്ട്സ്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് 6 ഗേൾസ് ആണ്. അങ്ങനെ സം ഓഫ് us ആർ ടുഗെദർ ഫ്രം ഈവൻ ക്ലാസ് 1. അപ്പോൾ പിന്നെ ഒരാൾ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഗ്രൂപ്പ് വലുതായി. വി ആർ ഗുഡ് സ്ട്രോങ് 6 ഗേൾസ് വിത്ത് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. ഓരോ ആൾക്കാർ ഓരോ ബ്രാഞ്ചസാണ്, ഓരോ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരാൾ എൻജിനീയറിങ്, ഒരാൾ MBA, ഒരാൾ MLT, ഒരാൾ BDS, ഒരാൾ വക്കീല്, ഒരാൾ ടീച്ചർ, അങ്ങനെ ഓരോന്ന്. ഓക്കെ, ഞങ്ങൾ വൻ വെറൈറ്റി ആണെന്നാണ് ഞങ്ങളെ വിചാരം. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞങ്ങളിപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്. എന്തുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ പറയും. And it's a comfort zone. That's the exact word I should use. എനിക്ക് എന്ത് വേണേലും പോയി പറയാം, അവിടെയുള്ള ആൾക്കാർ എന്ത് വേണേലും പോയി പറയും. ആൻഡ് വി ആസ്ക് വെരി സ്റ്റുപ്പിഡ് ആൻഡ് റാൻഡം ക്വസ്റ്റ്യൻസ് അറ്റ് റാൻഡം മൊമെന്റ്സ് ഓൾസോ. ആൻഡ് ഇറ്റ്സ് റിയലി ഫൺ ടു ഹാവ് സം ഗേൾ ഫ്രണ്ട്സ്. യുനോ, ഐ ആം എ ഗേൾസ് ഗേൾ. എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളതാണ് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടം. ഐ ഷുഡ് ഓപ്പൺ ലൈക്ക്, എനിക്ക് ഐ ഫീൽ ബെറ്റർ വിത്ത് ദം ആക്ച്വലി, വെരി ഓണസ്റ്റ്ലി. ആൻഡ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം, ഡു യു ഫീൽ ദ സെയിം ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് മീ? ഓക്കെ, എനിവേ, അപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ, അവർക്ക് നാണാവുമോ അതോ. എനിവേ, ആര്യ LLB ആണ്, ഷീസ് എ ലോയർ. പിന്നെ അനി, അവള് BDS ആണ്, ഷിൽ ബി എ ഡെന്റിസ്റ്റ് സൂൺ. ആൻഡ് മിഥുന ഒരു BTech ഗ്രാജുവേറ്റ് ആണ്, ഷീ ഈസ് വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. രഞ്ജന ഓൾസോ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ, HR ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പിന്നെ അനുശ്രീ MLT കഴിഞ്ഞ് ഇപ്പോൾ അവർക്കൊരു ഓൺലൈൻ പേജ് ഒക്കെ ഉണ്ട്, ബൈ ഹാൻഡ് വിത്ത് മീ. നിങ്ങൾ ലാസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റ് അല്ല, സെക്കൻഡ് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ദ തിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വൈ ഈസ് ഓർഗാനിക് കെമിസ്ട്രി സോ ടഫ്, ഓർ വൈ ഡു ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഫീൽ ലൈക്ക് ഹെൽ? ഓക്കെ, ഇതിന് എങ്ങനെ ആൻസർ പറയണം? ഐ ഹാവ് നോ ഐഡിയ. ഐ എം ഷുവർ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട്. I'm sure this is one of my students. And I have some guesses also. Anyway, general organic chemistry or organic chemistry is really good. Really good in the sense, what you're studying in 11th or 12th is far easier and far better than what you will be studying in higher level. അപ്പോൾ എനിക്ക് പേഴ്സണലി 12th ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് എൻത്യൂസിയാസം കൊണ്ട് പഠിച്ചൊരു ഇതായതുകൊണ്ട് എനിക്ക് ഐ ലൈക്ക് ഓർഗാനിക് പാർട്ട് മോർ ദാൻ ദ അതർ തിങ്. സോ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പം എന്തൊരു സംഭവം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തോന്നുമ്പോൾ നമ്മളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കിയാൽ, അതായത് അതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്റ്റഡ് വിത്ത് റിയൽ ലൈഫ്. ഇഫ് യു കണക്റ്റഡ് വിത്ത് റിയൽ ലൈഫ്, ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു സ്റ്റഡി. ട്രസ്റ്റ് മീ, ഐ ഹാവ് ഡൺ ഇറ്റ്. എനിക്കിഷ്ടമല്ലാത്ത ടോപ്പിക് ആണെങ്കിൽ ഞാൻ ആ ഇഷ്ടമല്ലാത്ത ടോപ്പിക് എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുമായി ഞാൻ കണക്ട് ചെയ്താണ് പഠിക്കാൻ. ആൻഡ് ഐ എം സോറി, ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഓൾസോ ടോക്കിംഗ് ഇൻ മലയാളം. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ്. എനിവേ, വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ, ഐ വോണ്ട് കണ്ടിന്യൂ ടീച്ചിങ് ആക്ച്വലി. എനിക്ക് തുടക്കത്തിൽ ടീച്ചിങ് തീരെ താല്പര്യമില്ലാത്തൊരു പണിയായിരുന്നു. ഞാൻ ഐ റിമെമ്പർ KVയിൽ ജോയിൻ ചെയ്ത ഉടനെ ലൈക്ക്, ഇല്ല, ഞാൻ PhDക്ക് പോവാണ്, എനിക്കത് താല്പര്യമില്ല. ഞാൻ എൻ്റെ കുട്ടികളോട്, സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും പറയും, എനിക്ക് നോ, ഐ ഡോണ്ട് വാണ്ട് ബി എ ടീച്ചർ. അയ്യോ, എനിക്ക് പറ്റില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
എനിക്കൊരിക്കലും എനിക്കുണ്ടായ പോലത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എനിക്കുണ്ടായ പോലത്തെ ഇൻ ദ സെൻസ് എനിക്ക് കോളേജിൽ ഇച്ചിരി പൊട്ട ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ എൻ്റെ കാരണത്താൽ ഒരു കുട്ടീൻ്റെ ഭാവി, അതും 10th 12th ഒക്കെ ബോർഡ് ക്ലാസ്സസ് ആണ്, അപ്പോൾ എൻ്റെ കാരണത്താൽ ഒരു കുട്ടിയുടെ ഭാവി ഇതാവരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധവും ഇതുള്ള കാര്യമാണ്. എൻ്റെ ഒരു ടീച്ചർ കാരണം എൻ്റെ ഭാവിയൊന്നും ആയിട്ടില്ല എന്നാലും. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ടീച്ചിങ് വേണ്ടാന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷേ യുനോ കുറച്ച് ക്ലാസ്സസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ they were liking it and I was enjoying it. So I think I have found my passion and I want to continue it. I'm a big time yapper. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, ക്ലാസ്സിൽ പോയിട്ട് ഞാനിത് ഫോമിലാണ് ചളവള വർത്താനം പറയാറ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യുക, അത് ബെറ്റർ പ്ലേസസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. ആൻഡ് വെൻ ഈസ് യുവർ മാരേജ്? I don't know. Actually, I don't know. ഞാൻ അങ്ങനെ മാരേജിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ആളല്ല. ഐ മീൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കും, പക്ഷേ ഇപ്പോൾ വേണം, നാളെ വേണം, മറ്റന്നാൾ വേണം, അങ്ങനെയൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ വെൻ ഈസ് യുവർ ചോദിച്ചു അല്ലേ, ആർ യു ക്ലാസിക്കൽ ഡാൻസർ? അതെ, ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഒരു 7 വർഷം ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ 1-2 വർഷം ഒരു കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴത്തേക്ക് എനിക്ക് നിർത്തേണ്ടി വന്നു, ക്ലാസ് 10th ബോർഡ്സ്, അപ്പം എന്നെ കൊണ്ട് നിർത്തിവെച്ചു. ഓക്കെ, ദെൻ പിന്നെ ഞാൻ കുറച്ച് കാലം DXD പയ്യന്നൂരിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ ഒരു ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്, പോണ്ടിച്ചേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മോശം കമൻറ്റ് വന്നത് കണ്ട് എന്തിനാ ഇവരിങ്ങനെ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? യാ, ഓഫ് കോഴ്സ്. എനിക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരുപാട് ബാഡ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു. ആ ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വെരി നോർമൽ കുർത്തി ആൻഡ് ആ ലെഗിൻസ്, ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമൻറ്റ് ഒരു 19 വയസ്സുകാരിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത കമൻറ്റുകളായിരുന്നു. ഐ ഹാവ് ഫെൽറ്റ് ബാഡ് ടു ബി ഓണസ്റ്റ്. ആൻഡ് എൻ്റെ പാരൻസ് കോൺസ്റ്റൻ്റ്ലി എൻ്റെ അടുത്ത് പറയണ്ട, ഈ വീഡിയോസ് ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ അങ്ങനെ ഇച്ചിരി അവർക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല ഇവരിങ്ങനെ കമൻറ്റ് ഇടുന്നില്ല. ഞാൻ ഗ്രാജുവലി ഫൈനായി, പക്ഷെ അവരത് കാണുമ്പോൾ അവർക്കൊരു മനസ്സിലായില്ല, ആ ഒരു വിഷമം അതുണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം ഇച്ചിരി ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ ഞാൻ പറയട്ടെ, നമ്മളൊരാൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ എന്നെ തീരെ പരിചയം പോലും ഇല്ലാത്ത എൻ്റെ ഓരോ ബോഡി പാർട്ടിനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇതില്ല, അവർക്ക് മെൻ്റലി അവർ സ്റ്റേബിൾ അല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തം ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശരി താല്പര്യമുള്ള ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ ഇതിൽ തലയിടുക, അവരെ ഡിസ്റ്റർബ് ചെയ്യുക, അവരെ മെൻ്റലി അവരുടെ പീസ് കളയുക, ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. അപ്പം ഇറ്റ്സ് ദെയർ പ്രോബ്ലം, ആക്ച്വലി ഇറ്റ്സ് നോട്ട് മൈൻ. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് അത് എൻ്റെ പ്രോബ്ലം ആവുന്നില്ല, അത് അവരുടെ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ അത് മാക്സിമം മൈൻഡാക്കാണ്ടാണ് നിൽക്കാറ്. അതിനെപ്പറ്റി അധികം ചിന്തിക്കാറുമില്ല. ഈയിടെ ഞാൻ ഒന്നും ചിന്തിക്കില്ല. പിന്നെ എനിക്ക് ഇച്ചിരി അച്ഛനും കണ്ട വിഷമം തോന്നുന്ന കമൻസ് കണ്ടാൽ ഐ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അത് പറയാനും പോകില്ല, അവരോട് റിപ്ലൈ അയക്കാനും പോകാറില്ല. പിന്നെ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കാവലയ്യ വീഡിയോ. ആ വീഡിയോ സീനായിരുന്നു. ആ വീഡിയോൻ്റെ അടിയിൽ കിടിലം പോലത്തെ കമൻ്റ് ഒക്കെ. അപ്പോൾ എൻ്റെ എക്സാം ടൈം ആയിരുന്നു. എനിക്ക് എക്സാമിന് പഠിക്കാൻ മടിയായിട്ട് ഞാൻ ഈ കമൻ്റ് എടുത്തിരുന്നിട്ട് ചറ റിപ്ലൈ ആക്കിയ ഒരു ടൈം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം ഐ വുഡ് സേ. ഞാൻ ഇങ്ങനെ കമൻറ്റ്സ് ഇതുവരെ റിപ്ലൈ ആക്കിയില്ല എന്ന്. അപ്പോൾ അതൊരു സെറ്റ് സംഭവമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചു നോക്ക്, ഇറ്റ്സ് റിയലി ഫൺ. ഓക്കെ, പിന്നെ എന്താ യുവർ ടൈപ്പ്? മൈ ടൈപ്പ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈപ്പൊന്നുമില്ല. എൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പറയട്ടെ, ചെറുതുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ നല്ല ഹൈറ്റ് വേണം, നല്ല മുടി വേണം, നല്ല ചെരുപ്പിടണം, നല്ല എല്ലാം പോയി. ലിറ്ററലി ആ കോൺസെപ്റ്റ് എല്ലാം പോയി. ഇപ്പോൾ ഉള്ള ഒരേ ഒരു കോൺസെപ്റ്റ്, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരാളായാൽ മാത്രം മതി എന്നുള്ള രീതിയിലായി. പിന്നെ ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അങ്ങനെ നീ എന്താ അങ്ങനെ ഇങ്ങനെ, വെരി കൂൾ, ഫ്രണ്ട്ലി, പ്രസൻറ്റബിൾ, അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാനിപ്പോൾ അല്ല കംപ്ലീറ്റ്ലി. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഐ ലുക്ക് അപ്പ് ടു യു, യു ആർ മൈ ഐഡൽ. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. I don't know what to say actually. Okay,
എല്ലാ ആൾക്കാർക്കും അവരുടേതായ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പം എനിക്ക് എൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ എടുക്കാതെ പോസിറ്റീവ്സ് മാത്രം എടുത്ത് ബെറ്റർ ആവാൻ, എവറി ഡേ ബെറ്റർ ആവാൻ നോക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡു യു ബിലീവ് ഇൻ സോൾമേറ്റ്സ്? യാ, ഐ ഡു ആക്ച്വലി. എനിക്ക് സോൾമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ടുണ്ട്. എനിക്ക് ഐ ഹാവ് മെറ്റ് പീപ്പിൾ ഹു ആർ വെരി സിമിലർ ടു മീ, വെരി സിമിലർ ടു മീ. ആൻഡ് ഞാനൊരു വാക്ക് പറയുന്നതിന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യാ, ഐ ഡു ബിലീവ് ഇൻ സോൾമേറ്റ്സ്, ബട്ട് നോട്ട് നെസസറിലി എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. പക്ഷേ ഐ ഡു ബിലീവ് ഇൻ സോൾമേറ്റ്സ്. അറ്റ് വാട്ട് ഏജ് ഡു യു വോണ്ട് ടു ഹാവ് കിഡ്സ്? ഉണ്ടാവട്ടെ എന്നല്ലാണ്ട് ഞാനിതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഹു ഡു യു ലവ് ടു ബി അറൗണ്ട് ദ മോസ്റ്റ്? ഓക്കെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തിരിക്കാനും അവരോട് സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ബി അറൗണ്ട് മൈ ഫാമിലി ഓൾസോ. പക്ഷേ ഫാമിലിനോട് ഒരുപാട് നേരം നിൽക്കുമ്പോൾ കുറച്ചൊരു ഫ്രിക്ഷൻ വരുമെങ്കിലും ഐ ലൈക്ക് ടു ബി അറൗണ്ട് ദം. അപ്പം എൻ്റെ ഫാമിലി ആൻഡ് സ്റ്റുഡൻസ്, ഐ ഗെസ് I really enjoyed spending time with both of them. I mean, both of the groups. Pinne, what is your secret to glowing and bright skin? Good question. ഞാൻ പറയട്ടെ, മുമ്പൊന്നും ഞാൻ ഒരു നോ സ്കിൻ കെയർ, ലിറ്ററലി നത്തിങ്. ഞാൻ മുഖം കഴുകും. മുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകും, കാരണം ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുന്ന ടൈപ്പാണ്. ഇപ്പം തന്നെ നമുക്ക് ഒന്നുമില്ല, ഏച്ചൊക്കെ ഇട്ടിരിക്കുക, എന്നാലും ഞാൻ വേർക്കും. അപ്പോൾ വേർപ്പിൻ്റെ അസുഖം അതൊക്കെ പറയില്ലേ, ആ ഒരു സിനാരിയോ ആണ് തോന്നുന്നത്, എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ സൺഡേയിൽ ഞാനിങ്ങനെ കുറച്ച് ഫേസ് പാക്ക് എല്ലാം സെറ്റ് ചെയ്ത് അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സൺഡേ എൻ്റെ വീട്ടിൽ വന്ന ഒരു ഭൂതത്തിനെ കാണും. വേണമെങ്കിൽ മേ ബി ഒരു വ്ളോഗ്, കുറച്ച് ഇങ്ങനത്തെ ഫേസ് പാക്കുകൾ ഒരു വ്ളോഗാക്കാം. നിങ്ങൾ കമൻറ്റ് ബിലോ വേണോ വേണ്ടിയോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫേസ് പാക്കെല്ലാം സൺഡേസിലിടും. പിന്നെ അമ്മയും മൂത്തമ്മയൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ തരും. അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നന്നായിട്ടുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് വെള്ളം കുടി, ഹൈഡ്രേഷൻ. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, ഒരുപാട് വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം കുടിക്കലെന്ന് പറഞ്ഞൊരു ഒരു ഹരം പോലെയാണ്. ചിലപ്പോൾ വെള്ളം കുടിച്ചായിരിക്കും ഞാൻ ഇങ്ങനെ തടിച്ചു പോയത്. അങ്ങനെ വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ നോക്കുന്നുണ്ട്. ഞാൻ ABC ജ്യൂസ് കുടിക്കുന്നുണ്ട്, ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നു. പിന്നെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ടോണറായിട്ട്. ഐ ഡോണ്ട് നോ, ഇതിൻ്റെയൊക്കെ കമ്പൈൻഡ് എഫക്റ്റ് ആയ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് സ്കിന്ന്. പിന്നെ അങ്ങനെ ഒരു നിയസിനമൈഡിൻ്റെ സെറം കൂടെ, മിനിമലിസ്റ്റിൻ്റെ നിയസിനമൈഡിൻ്റെ സെറം കൂടെ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ എത്ര വർക്ക് ആവുന്നൊന്നും, പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ ഓൾഡ് ആർ യു? ഐ എം 24 years old. എനിക്ക് പെട്ടെന്ന് 25 വയസ്സാണെന്ന് ആഗ്രഹം, സിൽവർ ജൂബിലി അടിക്കാൻ. അപ്പം നെക്സ്റ്റ് ഇയർ 25 വയസ്സാവും. എല്ലാവരും ഓർത്ത് വെച്ചോ, 15th April 2001. 2025 എന്നായിരുന്നു പറയാൻ പോയി. എനിവേ, പിന്നെ കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് പറയാം. മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് കമ്മിറ്റഡ് ആണോ, പിന്നെന്തായിരുന്നു, ബ്രേക്കപ്പ് എങ്ങനെ ഓവർകം ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ കുറച്ച് റാൻഡം സാധനങ്ങൾ വന്നിരുന്നു. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ കമ്മിറ്റഡ് ആണ് ടുവേർഡ്സ് മെനി പീപ്പിൾ, എസ്പെഷ്യലി മൈ പാരൻസ്. അപ്പം ആൻഡ് ടുവേർഡ്സ് മെനി തിങ്സ് ലൈക്ക് ഡാൻസ്, അങ്ങനെ കുറേ എൻ്റെ വർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളോട് ഞാൻ കമ്മിറ്റഡ്. ഐ ആം നോട്ട് കമ്മിറ്റഡ് ടുവേർഡ്സ് ജസ്റ്റ് വൺ പേഴ്സൺ, അങ്ങനെ എനിക്കില്ല. പക്ഷെ ഐ എം കമ്മിറ്റഡ് ടുവേർഡ്സ് ഓൾ ദീസ് തിങ്സ്, പീപ്പിൾ അറൗണ്ട് മീ, മൈ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് മൈ വർക്ക്. ഇനീഷ്യലി നമുക്ക് തോന്നും, അയാൾ പോയാൽ നമ്മളങ്ങ് ചത്തു. അങ്ങനെയൊന്നുമില്ല, ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് അയാളുണ്ടായിട്ടല്ലല്ലോ, അല്ല. അപ്പം ഇനി അങ്ങോട്ട് സുഖമായി, അടിപൊളിയായി, ബെറ്ററായി നമ്മൾ ജീവിക്കും. ഐ ഓൾവേസ് ബിലീവ് ഇൻ ഗോഡ് ഹാസ് എ ബെറ്റർ പ്ലാൻ. ഞാൻ ഇങ്ങനെയൊന്നും വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളല്ല. പക്ഷേ ലൈഫിൽ ഓരോ ചേഞ്ചസ് കാരണം ഐ റിയലി ബിലീവ് ഓൾ ദീസ് തിങ്സ്. വാട്ട് എവർ ഹീ ഡസ്, ലെറ്റ് ഇറ്റ് ബി. I'll go through it. I'll try to enjoy it. And I'll try to enjoy it at maximum. പിന്നെ ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ ആവുന്നു വേണ്ട. ഇറ്റ്സ് ഈസി. You can actually let everything go and just be you. So the only thing, നിങ്ങളുടെ കൂടെ നിങ്ങൾ അവസാനം വരെ ഉണ്ടാകുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് ഫാമിലി അല്ല. ആക്ച്വലി എല്ലാവരും ഫാമിലി എന്ന് പറയും, പക്ഷെ ഫാമിലി അല്ല, നിങ്ങളുടെ ബോഡിയാണ്. അപ്പം നിങ്ങളുടെ ബോഡീനെ മാക്സിമം ഹാപ്പി, ചിൽ ആൻഡ് ഗുഡ് ആക്കി നിൽക്കാൻ നിങ്ങൾ നോക്കുക. അത് പിന്നെ ഈ ഡാൻസ് എൻ്റെ കൂടെ റീൽ ചെയ്യുക,
ഒരു പ്രശ്നമില്ല, ജസ്റ്റ് DM me. ഈ ഏരിയയിൽ എവിടെയെങ്കിലും, ഞാനിപ്പോൾ പയ്യന്നൂർ ഏരിയയിലുള്ളത്, ഈ ഏരിയയിൽ എവിടെയാണെങ്കിലും ഐ എം റെഡി ടു കം ആൻഡ് ഡാൻസ് വിത്ത് യു. ഒരു ഇൻട്രസ്റ്റിംഗ് ഫൺ സെഷൻ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഒരുപാട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഫൈൻ ഫോർ മീ. ഞാൻ സോർട്ട് ഔട്ട് ചെയ്തു എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവരും ബാക്കിയുള്ള വ്ളോഗ്സും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് ദിസ് തിങ് ഇസ് വർക്കിംഗ് ഓക്കെ. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, ഇറ്റ്സ് ഗുഡ് ടു സീ യു ടോക്ക് ആൻഡ് ഓൾ. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന്. അപ്പം നിങ്ങളും അതേപോലെ കാണും, എല്ലാ വ്ളോഗ്സും കാണും. ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഡു സബ്സ്ക്രൈബ് ആൻഡ് എല്ലാം കാണുക, എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക. ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. So that's it. Oh, it's already 18 minutes. Okay, I'll continuously talk. Blabber. Alright. So, see you all in the next vlog. Bye bye. See you. I hope you all enjoyed everything. I mean, yeah. Okay, bye.